ഹലോ, ഗുഡ് മോർണിംഗ്. സൈക്കിൾ വന്നുകൊണ്ട് ഇപ്പോൾ രാവിലെ തന്നെ പാത്തുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകണ്ട, അതൊരു ഉപകാരമായിട്ടാ. പിന്നെ ഹെൽമെറ്റ് ഞങ്ങൾ വെച്ച് കൊടുക്കാൻ നോക്കി, ആൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പണ്ട് യൂറോപ്പിൽ പോകാൻ വേണ്ടി വാങ്ങിച്ച നല്ല കുഷനൊക്കെ ഉള്ളൊരു ജാക്കറ്റ് ഉണ്ട്, അതങ്ങ് ഇടിപ്പിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പോണത്. ആദ്യത്തെ 2 ദിവസമൊക്കെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി മാത്രമാണ് സൈക്കിളിൽ പോയിരുന്നത്. ഇപ്പോൾ ആയിട്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ ആള് റെഡി പണിയാണ് സൈക്കിൾ റൈഡിന്. സൈക്കിളിലല്ല കേട്ടോ അവള് പറയണേ, ബൈക്ക് എന്നാ പറയണേ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ കുറെ തിരുത്തി, പക്ഷെ ആള് സമ്മതിക്കണേ ഇല്ല. ഇവർ രണ്ടാളും പോയതിനു ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളത്. രാവിലത്തെ തിക്കും തിരക്കും തിരുവാതിരയുടെ ഇടയിൽ കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലല്ലോ സ്കൂളിലെത്താൻ വൈകും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും സ്കിപ്പ് ചെയ്യാറുള്ളത്. അങ്ങനെ അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ഉള്ളിൽ കയറി ഞാൻ ഒന്ന് ഫ്രഷനപ്പ് ആയി. എന്നിട്ട് തുടങ്ങാണ് ഇന്നത്തെ ഫുഡിങ്. ആദ്യം തന്നെ ഒരു ഗ്ലാസ് വാം വാട്ടർ എടുത്ത് കുടിച്ചു. അവർക്ക് രണ്ടാൾക്കും ഇന്ന് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. ഞാനുണ്ടല്ലോ 3-4 മാസമായിട്ട് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 ചപ്പാത്തി, കറി, ഒരു പുഴുങ്ങിയ മുട്ട, പിന്നെ ഒരു റോബസ്റ്റ് പഴമാണ് എടുത്തത്. ആദ്യമൊക്കെ ഡയറ്റിങ് മാത്രമായിരുന്നു. അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് ക്ഷീണിക്കും, മുഖത്ത് ശരിക്കും അത് കാണുകയും ചെയ്യാം. എന്റെ രീതിയിൽ കുറച്ച് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴുണ്ടല്ലോ അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടാവില്ല. പെട്ടെന്ന് കിതയ്ക്കുമ്പോൾ അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അരിഭക്ഷണം ഒരു നേരമാക്കി, ഷുഗർ നന്നേ വെട്ടി കുറച്ചു, ഇടയ്ക്കുള്ള എക്സസൈസ് ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് ആ ഫിറ്റ്നസ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ദൂരം കൂടെ നടക്കുമ്പോൾ കിതയ്ക്കണു, അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഗ്രാജുവേഷന് പഠിച്ച കുട്ടിയുണ്ട് നിമ്മി. അവൾ കുറേ നാളായിട്ട് ഈ യോഗ, വെയിറ്റ് ലോസ് പ്രോഗ്രാം അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് മുമ്പേ അറിയായിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ വിചാരിച്ചേ, എന്തിനാണ് ജോയിൻ ചെയ്ത് കാശൊക്കെ കളയുന്നത്, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഡയറ്റൊക്കെ ചെയ്തിട്ട് വണ്ണം കുറയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എക്സസൈസ് അല്ലേ, അത് ഓൺലൈൻ നോക്കിയാലും ചെയ്യാലോ എന്ന്. പക്ഷെ ആ ചിന്ത പാടെ തെറ്റാന്ന് എനിക്ക് കുറേ നാളത്തെ ഡയറ്റിങ്ങിന് ശേഷമാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ അവസാനം അടിയറവ് പറഞ്ഞുകൊണ്ട് പ്രോഗ്രാമിൽ അങ്ങോട്ട് ചേർന്നു. അപ്പോൾ രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ ഉണ്ട്, വൈകിട്ടും ഉണ്ട് കേട്ടോ. എനിക്ക് കംഫർട്ടബിൾ വൈകിട്ടായതുകൊണ്ട് ഞാൻ ആ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അപ്പം അതിൽ യോഗയുണ്ട്, ഡംബൽസ് വെച്ചിട്ടുള്ള എക്സസൈസ് ഉണ്ട്. ഡംബൽസ് എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1 ലിറ്റർ ഫ്ലാസ്കിലെ വെള്ളം നിറച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഓരോ നേരം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫോട്ടോ ഇടണം. അപ്പം അതൊരു ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ. എനിക്കിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എക്സസൈസ് ചെയ്യാനായിട്ട്. വൈകിട്ട് 6 മണിയാവാൻ കാത്തിരിക്കും. ആദ്യത്തെ 2-3 ദിവസമൊക്കെ എനിക്ക് കലശലായ മേലുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഉണ്ടല്ലോ ഉള്ളിൽ തന്നെ ഭയങ്കര ഒരു എനർജി, ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യണ വരി തോന്നുക കേട്ടോ. നിമ്മിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. മെലിയലല്ല, ഫിറ്റ്നസ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ.